അത് ശരി, ഇത് കാണിക്കാനാണോ നീ എൻ്റെ അടുത്തേക്ക് വന്നത്? നീ ഒന്നും മനസ്സിലാക്കണം, നമ്മൾ രണ്ടും ഭാര്യയും ഭർത്താവുമാണ്, അത് നീ മനസ്സിലാക്കണം. പക്ഷെ രണ്ട് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളും ജയിക്കുവാണേലും തോക്കുവാണേലും നമ്മുടെ ബെറ്റിന്റെ കാര്യം നിങ്ങൾ മറക്കരുത്. നീ ജയിക്കുവാണെങ്കിൽ എന്റെ പാതി മീശ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഉറപ്പ്. ആണോ? ഞാൻ ജയിക്കുവാണെങ്കിൽ നീ എന്ത് ചെയ്യും? നിങ്ങൾ ജയിക്കുവാണെങ്കിൽ ഞാൻ മീശ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മീശയോ? ആ, നിനക്കെവിടെ മീശ? എന്റെ മീശയല്ല, നിങ്ങളുടെ മീശ. ഞാൻ എന്റെ അണികളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മുഴുവൻ മീശ ഞാൻ എടുപ്പിക്കാന്ന്. ജയിച്ചാലും തോറ്റാലും എന്നെ മീശ പോകുന്നുള്ള കാര്യം ഉറപ്പായി. നിങ്ങൾ മനസ്സിൽ കാണുമ്പോഴേ ഞാൻ മാനത്ത് കാണും. ഇന്ന് വരെ ഞാനൊരു മഹിളാ സമാജം പ്രസിഡന്റ് ആണെന്ന് നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? എടി, പെണ്ണുങ്ങൾ കൂടുന്ന പരിപാടിയല്ലേ ഇത്? അത് മഹിളാ സമാജം അല്ലേ, ലഹളാ സമാജം എന്നാ അതിന് പറഞ്ഞത്. ഇനി കണ്ടോ, ഈ പഞ്ചായത്തിന്റെ മെമ്പർ ആയി കഴിയുമ്പോ ഇന്ന് 10 മണിക്ക് നിങ്ങൾ എന്നെ അംഗീകരിക്കും. അംഗീകരിക്കും. റിസൾട്ട് വരട്ടെ. റിസൾട്ട് വരട്ടെ, കാണാം. എന്റെ പോത്തന്മാരൊക്കെ ഇത് എവിടെയാണോ പോകും? എത്തിയോ? അയ്യോ, വാ 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 വാ. എന്താ ചേച്ചേ ചോദിക്കാൻ പറയാ. നീ പറഞ്ഞ മാലിയുടെ എന്റെ നേതാവാണ്. നിന്റെ നേതാവോ? എന്റെ നേതാവാണ് ഞാൻ. ലീലിച്ചേച്ചിയുടെ അണിയാണ് ഞാൻ. അണിയാ എന്നെ തല്ലാൻ പാടില്ല, മനസ്സിലായില്ലേ? അണി എന്റെ കൂടെ ഉണ്ടാകുന്ന മരുന്തിയൂലേ? എടാ പൊട്ടന്മാരെ, ഭ്രാന്തന്മാരെ, സച്ചാനെ വിജയിപ്പിക്കുക, സച്ചാനെ വിജയിപ്പിക്കുക, സച്ചാനെ വിജയിപ്പിക്കുക, സച്ചാനെ വിജയിപ്പിക്കുക, സച്ചാനെ വിജയിപ്പിക്കുക, സച്ചാനെ വിജയിക്കട്ടെ, സച്ചാനെ ശ്രീലംബടനാക്കുക, ശ്രീലംബടനോ? സച്ചാനെ വിജയശ്രീലാളിതനാക്കുക. ഓക്കേ, നമസ്കാരം. നിങ്ങളുടെ അണി വരെ എനിക്കാ മാലയിട്ടത്. അയ്യോ, അല്ല അല്ല അല്ല, അറിയാണ്ട് പറ്റിപ്പോയി. ഇടക്കാൽ വെച്ചാറുണ്ട് പറ്റിപ്പോയി. ഇടക്കാലാണോ? ഊരിയെടുക്കണോ? അവരുടെ മാല കൊണ്ടോ? നിങ്ങൾ മാല ഒരു കാര്യമില്ല. നമ്മുടെ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ റെഡിയാണല്ലോ അല്ലേ? എല്ലാ കാര്യങ്ങളും ഒക്കെയാണ്. നമ്മുടെ എതിർവേണ്ടി പ്രവർത്തനത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇവർക്ക് വല്ല പാരമ്പര്യമുണ്ട്. ഇവർക്ക് പാർട്ടിയിൽ പാരമ്പര്യം. നമ്മുടെ പാരമ്പര്യം പറ. നമ്മുടെ പാരമ്പര്യം പറ. ഞങ്ങൾക്ക് പാർട്ടിയിൽ പാരമ്പര്യമുണ്ട്. അറിയാവോ? പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പല പാർട്ടിയിൽ ഞങ്ങൾ പങ്കെടുത്തുള്ളവരാ. പല പാർട്ടി, ഒരു പാർട്ടി മാത്രമല്ല. അറിയാവോ? എന്നാന്ന് മനസ്സിലായോ? അടിയന്തര പാർട്ടി, കല്യാണ പാർട്ടി, ബർത്ത്ഡേ പാർട്ടി, ഇതിനൊക്കെ ടീ പാർട്ടി നടത്തുന്ന ടീമായിരുന്നു. കാര്യം മനസ്സിലാക്കിയോ? നിങ്ങളുടെ പാർട്ടിയിൽ ആരെങ്കിലും നിരാഹാരം കിടന്നിട്ടുണ്ടോ? നിനക്കറിയാവോ? ഞങ്ങളുടെ പാർട്ടിയിൽ നിരാഹാരം കിടന്നവനാണ് ഇവൻ. 35 ദിവസം ഇവന് നിരാഹാരം കിടത്തി. 40 ദിവസം അങ്ങനെ ആയിപ്പോയിരുന്നെങ്കിൽ ഇവനൊന്നും ഇല്ല. 40 എടുത്താണ്ടി വന്നേനെ. ഞങ്ങളൊക്കെ ഉണ്ട് മോനെ. ഞാൻ ചേച്ചിയുടെ കൂടെ കിടന്നിട്ടുണ്ടല്ലോ. നിരാഹാരം അത് നീ ഇപ്പൊ പറയേണ്ട കാര്യമുണ്ടോ? ഒരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞു പോയത്. ആവേശം ആയിക്കോട്ടെ, അത്യാവശ്യം ആവരുത്. നമ്മൾ ജയിച്ചിട്ട് നമ്മുടെ ഈ മണ്ഡലം ഉണ്ട്, നമ്മുടെ ഈ പഞ്ചായത്തിന്റെ വാർഡ് ലെവലാണ്. ഏത് സമയത്ത് ഏത് പാതിരാത്രിക്ക് ചെന്ന് വിളിച്ചു കഴിഞ്ഞാൽ വരുന്ന ഒരു മെമ്പർ ആകണം നമ്മുടെ ലീലേജ്. കാരണം എന്റെ പ്രചരണ പരിപാടികൾ അങ്ങനെയായിരുന്നു. ശരിയല്ലേ? എന്റെ പാട്ട് ഞാൻ ജംഗ്ഷനിലേക്ക് ഇന്ന് റോഡ് ഷോ നടത്തി. അത് നടത്തിട്ട് ഞങ്ങളുടെ പാട്ട് ഗീച്ചിട്ടുണ്ടല്ല, വോട്ട് ഇങ്ങോട്ട് മാറി. നേതാവ് കേട്ടില്ല പാട്ട്? ഇല്ല. ഇന്ന് പഠിക്കാൻ പാട്ടൊന്ന് പാടി കൊടുക്കടാ. ഇന്ന് 10 മണിക്ക് റിസൾട്ട് പറഞ്ഞാൽ ഞങ്ങൾ ജയിച്ചിരിക്കുന്നു. പാട്ട് പാട്. നമ്മുടെ ലീലാച്ചി സ്ഥാനാർത്ഥി മത്തങ്ങ നമ്മുടെ ചിന്നമ്മ നാട്ടാരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കോ, മത്തങ്ങ സ്ഥാനം വിജയിപ്പിക്കോ, ലീലാച്ചിനെ വിജയിപ്പിക്കോ. നാടിന്റെ വികസനം, നാടിന്റെ വികസനം, നാടിന്റെ വികസനം. ഈ പാട്ട് പാടിയിട്ടുണ്ടല്ല, ഇത് കേട്ടാ തന്നെ ഒരു 10 തൊട്ട് ഇങ്ങോട്ട് പോകില്ലടാ. പോകും, ഞങ്ങളുടെ വഴിക്ക് പോകും. നമ്മൾ തോക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അവനെ പാട്ടിൽ അവൻ കയറ്റി പിടിച്ചിട്ടുണ്ട്. നേതാവിനോട് പറയാതെ ഞാനൊരു പാട്ട് കഴിച്ചിട്ടുണ്ട്. എന്നാ പറ്റി? കാലയിൽ ആണിയാന്ന് ഓന്ന് വിളിച്ച് ആളെ വിളിച്ച് കൂട്ടുക വെറുതെ. വോട്ട് ചെയ്യാൻ വരൂ, നിങ്ങൾ വോട്ട് ചെയ്യാൻ വരൂ, ചേട്ടന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചൂതാ. വായോ വായോ വോട്ട് ചെയ്യാൻ വരൂ. കക്കൂസിന്റെ ലോൺ തരാം, കിണറിനും ലോൺ തരാം, കക്കൂസിനും ലോൺ തരാം,
കിണറിലും ലോൺ തരാം. കക്കൂസിന്റെ ലോൺ പാസ്സായി കഴിയുമ്പോൾ ചുമ്മാ ചെന്നിരി വോട്ട് ചെയ്യാൻ. ഇതൊന്നും കൊണ്ട് ജയിക്കാനടാ ഈ കാലെ പിടിച്ച് പാട്ട് പാടുന്നത്. ഒരു മരണപ്പാട്ട് പോലെ ആയി പോയിട്ടോ. ഞാൻ തോക്കാൻ സാധ്യതയുണ്ട്. 10 മണിയാവാറ. ഇലക്ഷൻ വെക്കടാ. വേറെ കാര്യം. അതെ, ഇത് കഴിഞ്ഞ് നമ്മൾ അഥവാ ജയിച്ചു കഴിഞ്ഞ പടക്കങ്ങളൊക്കെ റെഡിയാണല്ലോ. പടക്കം ഒക്കെ റെഡിയാണ്, പടക്കം റെഡിയാണ്, എല്ലാ സംഭവം. മീശ വടിക്കേണ്ട ഗതികേട് വരുമോ? ഒന്നുമില്ല, ഇത് വേറെ സംഭവം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. കുപ്പി കുപ്പി മേടിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. ആരെ പോയി? ഇവരോ ഞാൻ അറിയിച്ചിട്ടില്ല. ആരെ പോയെന്ന് പറ. അതൊക്കെ ഒരാള് പോയി. പറ അതിനോട്. ചേട്ടന്റെ ചെറുക്കനെ വിട്ടേക്കണേ. അയ്യോ ടൂട്ടുമോനോ? നീ എന്ത് വൃത്തികേടാണ് കാണിച്ചത്? രട്ടും പൊട്ടും തീരാത്ത 10 വയസ്സ് പോലും ആകാത്ത കൊച്ചിനാണ് കുപ്പി മേടിക്കാൻ വിട്ടത്. അതൊക്കെ തിരക്കായിരുന്നു, അതുകൊണ്ട്. നിങ്ങളിത് കേട്ടല്ലോ. അല്ലല്ല, നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. 10 വയസ്സാകാത്ത കൊച്ചിനെ ഒരു കുപ്പിയും കൊടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ പോവല്ലേ? നിങ്ങളിത് വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ കൊച്ചുങ്ങൾക്ക് ഇതൊരു പാഠമാണ്. ഈ കൊച്ചുങ്ങള് ഇവരെല്ലാം ക്യൂവിൽ നിർത്തി നോക്ക്. സമാധാനം, ക്ഷമ, സഹനം എല്ലാവരും പഠിക്കും. ഇവരെല്ലാം ക്യൂവിൽ മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ്. ആ ശരി, ഇപ്പോഴത്തെ പിള്ളേർക്ക് അന്നം നിന്ന് പോകുന്ന ഒരു പരിപാടിയാണ്. ശരി, എന്നാലും മോശമായി പോടാ, മോശമായി പോയി. ആള് വരുമാനം നടന്നാലും കുപ്പി ഏത് ബന്ധു കിടന്നാലും കുപ്പി നിങ്ങളെല്ലാം വെറുതെ ഇവനെ വിട്ട കുപ്പി കിട്ടില്ല. മാമൻ. ഈ മാമനോ? പിന്നെ നിങ്ങളുടെ മകനാണിത്. മകനോ? ഇതോ? ഇതെന്നാ ഇങ്ങനെ മീശയൊക്കെ? മീശ വന്നല്ല, ഞങ്ങള് മീശ ഒട്ടിച്ചു വിട്ടവനെ കണ്ടില്ലേ? ഈ വക കള്ളത്തരം കാണിച്ച് നമ്മൾ ഓട്ട് മറിക്കും. എടാ, അപ്പാപ്പന്റെ മുണ്ടും ഷർട്ടും ഇട്ടോണ്ട് വന്ന് കേറി പോണാത്ത്. അവൻ പോനെ അവിടെ വാതിലുണ്ട്. സമയായി 10 മണിയാവാൻ പോകും. നമ്മുടെ ലോക്കൽ ചാനലിൽ വാർത്ത വരുന്നു ലോക്കൽ ചാനലിൽ. ഹലോ സാബു, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമല്ലോ. അതെ, ഞാനിപ്പോൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ മുമ്പിൽ നിന്നാണ് സംസാരിക്കുന്നത്. കേരളം മുഴുവൻ ഒറ്റുനോക്കിയ നമ്മുടെ ആർപ്പൂക്കര പഞ്ചായത്തിലെ 4-ാം വാർഡിന്റെ വോട്ടെണ്ണലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും നേർക്കുനേർ എതിർ ചേരിയിൽ നിന്ന് മത്സരിച്ച ഒരു മത്സരമാണ് ഇവിടെ നടന്നത്. ഇപ്പോൾ ഇവിടുത്തെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയായ ചേച്ചി മത്തങ്ങ ചിഹ്നത്തിലും ഭർത്താവായ ചേട്ടൻ തേങ്ങാക്കൊല ചിഹ്നത്തിലുമാണ് മത്സരിച്ചിരിക്കുന്നത്. ഇപ്പോൾ കിട്ടിയ ഒരു വാർത്ത അനുസരിച്ച് ഭർത്താവായ ശശിയേട്ടൻ ഭാര്യയായ ലീല ചേച്ചിയേക്കാൾ 8 വോട്ടുകൾക്ക് മുൻപിലാണ്. സാബു കേൾക്കുന്നുണ്ടോ? ഇവിടെ വളരെയധികം ആവേശഭരിതരായ അണികൾ കാരണം എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ വാർത്തയ്ക്ക് ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. കാരണം ഈ വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കിട്ടിയ ഒരു വാർത്ത, ഭർത്താവായ ശശിയേട്ടൻ ലീല ചേച്ചിയേക്കാൾ 18 വോട്ടുകൾക്ക് പുറകിലാണ്. സാവു ഒന്ന് ശ്രദ്ധിക്കൂ. കാരണം ഇവിടെ വോട്ടെണ്ണൽ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ വാതുക്കൽ, ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ വാതുക്കൽ അണികളെല്ലാം വളരെ ആവേശഭരിതരാണ്. എന്തായാലും ഇപ്പോൾ അവസാന വാർത്ത വന്നിരിക്കുകയാണ്. വോട്ടെണ്ണൽ പുരോഗമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവസാന വാർത്തയാണ്, വോട്ടെണ്ണൽ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇവിടുത്തെ റിസൾട്ട് ആണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇവിടുത്തെ റിസൾട്ട് നമ്മുടെ ശശിയേട്ടൻ എതിർ സ്ഥാനാർത്ഥിയായ ലീല ചേച്ചിയേക്കാൾ 300 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? അവരൊന്ന് കളിയാക്കി ചമ്പാലേ. എന്താടാ ശശി അണ്ണാ, നീ പറഞ്ഞില്ലേ എന്റെ മീശ പിടിക്കുന്നു? അത് ഞാൻ വെറുതെ പറഞ്ഞ. നിങ്ങൾക്ക് മീശയുള്ള നല്ലത് ആണോ? പിന്നെ ജയിച്ചിട്ട് അവരുടെ കൂടെ ആഘോഷത്തിന് പോവാണോ? എന്റെ കൂടെ അല്ലേ ആദ്യം ആഘോഷിക്കേണ്ടത്. നമുക്ക് കേക്ക് മുറിച്ച് ആഘോഷിക്കാം. നമുക്കിവിടെ കേക്ക് മുറിക്കാം. അത് എന്നാ പരിപാടിയാണോ? ഇതെന്താണോ ഇങ്ങനെ?
ഇതാരാ രാഷ്ട്രീയം